ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ആക്സിഡന്റ് ആണ് ആദ്യം കാണിച്ചത്. അതായത് സോളോ സിക്കാവ ടീമിനെ ആരോ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതുപോലെ പിന്നീട് പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതായിട്ടും അതേസമയം കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് WWE ചാമ്പ്യൻഷിപ്പിനുള്ള കോൺട്രാക്ട് ആഡം പിയേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങി പോകുന്നുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഷാർലറ്റ് അലക്സ ബ്ലസ് ഇവരെ കാണിച്ചുകൊണ്ട് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം സമ്മർ സ്ലാമിൽ കിട്ടിയ കാര്യത്തെപ്പറ്റിയും ഇന്ന് റക്കലിന്റെ കൂടെ മാച്ചുള്ള കാര്യത്തെപ്പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസായ റക്കൽ റോഡ്രിഗസ് വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സ്മാക്ഡൗണിനെ പറ്റി പറയാം. ഇന്ന് സ്മാക്ഡൗൺ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. അതായത് ഇപ്പോൾ 2 മണിക്കൂർ സ്മാക്ഡൗൺ ആക്കിയതുകൊണ്ട് സ്മാക്ഡൗൺ വീണ്ടും പഴയ ട്രാക്കിലേക്ക് കയറി വരുന്നുണ്ട്. അതായത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ സ്മാക്ഡൗൺ കാണാനായിട്ട്. അതുപോലെ ചെയ്തിട്ടുള്ള സെഗ്മെന്റ് മാച്ച് എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മാച്ചും നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ റോക്സാൻ പെരസ് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിച്ച് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. എന്നാൽ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അലക്സ ബ്ലസ് റക്കലിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഷാർലറ്റ് ഒരു സൂപ്പർ കിക്കും അതുപോലെ തന്നെ റോൾ പിന്നും ചെയ്ത് ഈ മാച്ചിൽ ഷാർലറ്റാണ് വിൻ ചെയ്തത്. നെക്സ്റ്റ് വീക്ക് റോക്സാൻ പെരസ് വേഴ്സസ് അലക്സ ബ്ലസ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ മാച്ച് എല്ലാം വരുന്നത്. പിന്നീട് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്തത് ജേക്കബ് ഫാട്ടു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ജേക്കബ് ഫാട്ടുവിനെ അന്വേഷിച്ച് വരുമ്പോൾ ആഡം പിയേഴ്സ് ഇടപെട്ടുകൊണ്ട് ജേക്കബ് ഫാട്ടുവിനോട് അവരുടെ കൂടെ പോകാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡാമിൻ പ്രീസ്റ്റിനും കാർമെല്ലോ ഹെയ്സിനും ഒരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് മുഴുവനായി നടക്കില്ല എന്ന് നമ്മൾക്ക് ഏകദേശം ഉറപ്പുള്ള മാച്ചാണ്. അതായത് അലിസ്റ്റർ ബ്ലാക്ക് വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് എന്തായാലും ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ് ഈ മാച്ചും കണ്ടത്. എന്നാലും ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് അണ്ടർടേക്കറിന്റെ ഓൾഡ് സ്കൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് അലിസ്റ്റർ ബ്ലാക്ക് വന്നുകൊണ്ട് അങ്ങനെ തന്നെ തട്ടിയിട്ടു. ശേഷം മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് അലിസ്റ്റർ ബ്ലാക്ക് ഡാമിൻ പ്രീസ്റ്റിന് ഒരു ബ്ലാക്ക് മാസ് കൊടുത്തു. ഇത് കണ്ട കാർമെല്ലോ ഹെയ്സ് അവിടെ നിന്നും നൈസായി എസ്കേപ്പ് ആകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അപ്പോൾ ഇവരുടെ മാച്ചിന്റെ സ്റ്റോറി ലൈൻ വേറെ ലെവലായിട്ട് പോകുന്നുണ്ട്. പിന്നെ മാച്ചിന്റെ റൂൾസ് പ്രകാരം ഡാമിൻ പ്രീസ്റ്റ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം യുണൈറ്റഡ് ചാമ്പ്യൻ സോളോ സിക്കാവ വന്നുകൊണ്ട് ജേക്കബ് ഫാട്ടുവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കാര്യത്തെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം ബാക്ക് സ്റ്റേജിൽ ജിമ്മി ഉസോ ജേക്കബ് ഫാട്ടു ഇവരെല്ലാം കാണിക്കുന്നുണ്ട്. അതായത് പോലീസിന് തെറ്റുപറ്റിയതാണെന്നും അവർ ഒറിജിനൽ വീഡിയോ പരിശോധിച്ച സമയത്ത് അത് ജേക്കബ് ഫാട്ടു അല്ല ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജേക്കബ് ഫാട്ടുവിനെ വെറുതെ വിടുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷം ജേക്കബ് ഫാട്ടു ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് റിങ്ങിലേക്ക് പോയി. ശേഷം ജിമ്മി ആൻഡ് ജേക്കബ് ഫാട്ടു രണ്ടുപേരും ഭയങ്കരമായി ഇവരെ അറ്റാക്ക് ചെയ്തു. ടാളലോങ്ക ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ജേക്കബ് ഫാട്ടു തിരിച്ചടിച്ചു. അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇവർ ലീഡ് ചെയ്ത് ജെസ്സി മാറ്റിയോ ടോങ്കലോവ ഇവർക്കെല്ലാം മൂൺസോൾട്ടും ഫിനിഷറൊക്കെ കൊടുത്തതിന് ശേഷം ആഡം പിയേഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ കൺഫേം ചെയ്യാൻ പോകുന്നു എന്നാണ്. അതും സാധാരണ മാച്ചല്ല, സ്റ്റീൽ കേജ് മാച്ചായിട്ട് ജേക്കബ് ഫാട്ടു വേഴ്സസ് യുണൈറ്റഡ് ചാമ്പ്യൻ സോളോ സിക്കാവ മാച്ച് കൺഫേം ചെയ്തു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വേറെ ലെവലായിട്ടാണ് തോന്നിയത്. അതായത് ഇതുപോലെയുള്ള സെഗ്മെന്റ് നമ്മൾ മുൻപ് കണ്ടതാണ്, ഇതുപോലെ പോലീസിനെയെല്ലാം ഉൾപ്പെടുത്തി. പക്ഷേ ജേക്കബ് ഫാട്ടുവിന് ഇത് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നല്ല രീതിയിൽ ജേക്കബ് ഫാട്ടുവിന്റെ ഫേസ് ലൈൻ വർക്കായിട്ടുണ്ട്. വേറെ ലെവൽ സപ്പോർട്ട് ഫാൻസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ നല്ലൊരു ചാമ്പ്യനായിട്ട് വരാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. എന്തായാലും ജേക്കബ് ഫാട്ടുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം ജേക്കബ് ഫാട്ടു അല്ല സോളോ സിക്കാവയാണ് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആഡം പിയേഴ്സ് സോളോ സിക്കാവയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് സോളോ സിക്കാവയാണ് സ്റ്റാർട്ടിങ് മുതൽ എല്ലാം ഒപ്പിച്ചത്. പിന്നീട് സോളോ സിക്കാവയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണിച്ചു. പിന്നീട് സ്റ്റെഫനി വാൾക്കർ വേഴ്സസ് ആൽബ ഫയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മാച്ചിന്റെ അവസാനത്തിൽ സ്റ്റെഫനി വെൽക്കറാണ് SVB ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തത്. മാച്ച് വിൻ ചെയ്തതിന് ശേഷം പൈപ്പർ നിവിൻ കയറി അറ്റാക്ക് ചെയ്തുവെങ്കിലും അവരെയും സ്റ്റെഫനി വെൽക്കർ തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ മാച്ച് ഇത് ഫാറ്റൽ 4-way മാച്ച് ആയിട്ടാണ് നടന്നത്. DIY ഫ്രാക്സിയം മോട്ടോ സിറ്റി മെഷീൻ ഗൺസ് വേഴ്സസ് ആൻഡ്രാഡ് ആൻഡ് റൈ ഫീനിക്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് തോന്നിയത്. അതായത് സ്മാക്ഡൗൺ ടാഗ് ടീം ഡിവിഷൻ വേറെ ലെവലായിട്ടാണ് ഇപ്പൊ പോകുന്നത്. ചെയ്യുന്ന സെഗ്മെന്റും മാച്ചൊക്കെ ഒരു രക്ഷയില്ല. റോ വെച്ച് നോക്കുമ്പോൾ സ്മാക്ഡൗൺ ആണ് ഇപ്പോൾ ടാഗ് ടീം അടിപൊളിയായിട്ട് പോകുന്നത്. അതുപോലെയുള്ള ഒരു ഫാറ്റൽ 4-way മാച്ച് ആയിരുന്നു ഇത്.
ഫൈറ്റ് ചെയ്ത എല്ലാ ടീമും വേറെ ലെവലാക്കി മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ജോണി ഗർഗാനോ ടീം അൺട്രേഡ് ടീമിനെ ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ എല്ലാവരെയും അറ്റാക്ക് ചെയ്തതിനു ശേഷം ജോണി ഗർഗാനോയുടെ മേലേക്ക് റേ ഫീനിക്സിനെ കൊണ്ട് ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യിപ്പിച്ചു അൺട്രേഡ്. അതിനുശേഷം ടൊമസോ സിയമ്പയ്ക്ക് മെസ്സേജ് ഫിനിഷർ കൊടുത്തുകൊണ്ട് അൺട്രേഡ് ആൻഡ് റേ ഫീനിക്സ് ഇവരാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ ആയത്. നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ടാഗ് ടീം ചാമ്പ്യൻസായ വയർഡ് 6 ടീമുമായിട്ട്. അപ്പോൾ ഈ മാച്ച് എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് കുളമാക്കിയിട്ട് സമ്മർ സ്ലാമിലൊരു ലാഡർ മാച്ചോ അല്ലെങ്കിൽ ആ ടൈപ്പിലോ കാണിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതുപോലെയാണ് ടാഗ് ടീം ഡിവിഷനിൽ സ്റ്റോറി കാണിച്ചത്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആയിട്ട് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ കോൺട്രാക്ട് സൈനിങ് ആണ് കാണിച്ചത്. WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് കോഡി റോഡ്സ് ഇവർക്ക്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റിൽ ആഡം പിയേഴ്സും കോഡി റോഡ്സ് എല്ലാം ഒന്ന് സംസാരിക്കുന്നതായിട്ടും അതേസമയം തന്നെ ജോൺ സീനയെ റിങ്ങിലേക്ക് വിളിക്കുമ്പോൾ ജോൺ സീന വന്നുകൊണ്ട് പറയുന്നത് WWE ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ നമ്മൾക്ക് 2 പേർക്കും നടത്താൻ സാധിക്കില്ല എന്നാണ്. അതായത് കോഡി റോഡ്സ് ക്ഷമിക്കണമെന്നും സമ്മർ സ്ലാമിൽ മാച്ച് വയ്ക്കാൻ പറ്റില്ല, നെറ്റ്ഫ്ലിക്സിന്റെ ഒരു മൂവി ഷൂട്ട് കാര്യങ്ങളെല്ലാം തനിക്ക് ഉള്ളതുകൊണ്ട് വളരെയധികം ബിസി ആയിരിക്കും, അതുപോലെ തന്നെ തനിക്ക് മറ്റ് ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അപ്പം അത്തരത്തിൽ ഡീലെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് തമ്മിലുള്ള മാച്ചൊന്നും സമ്മർ സ്ലാമിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജോൺ സീന ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാതെ അവിടെ നിന്നും പോകും. അതായത് ഫസ്റ്റിലെ തന്നെ കോഡി റോഡ്സ് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു. എന്നാൽ സീന സൈൻ ചെയ്യാതെ ചാമ്പ്യൻഷിപ്പ് എടുത്ത് അവിടെ നിന്നും പോകുമ്പോൾ കോഡി റോഡ്സ് പുറകിലൂടെ ചെന്ന് ജോൺ സീനയെ അറ്റാക്ക് ചെയ്ത് റിങ്ങിലേക്ക് കൊണ്ടുവരാൻ നോക്കിയ സമയത്ത് കോഡിയെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് സീന വലിച്ചെറിഞ്ഞു. പിന്നീട് റിങ്ങിലേക്ക് ഇട്ട് ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കോഡി റോഡ്സ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കൊണ്ട് സീനയെ തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കോഡി റോഡ്സ് ചെയ്ത ആ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് വളരെ സേഫായിട്ട് സീനയ്ക്ക് ഒന്നും പറ്റാത്ത രീതിയിലാണ് കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി സെത്തിന് തന്നെ പണി കിട്ടി, അതുകൊണ്ട് വളരെ സേഫായിട്ടാണ് കോഡി റോഡ്സ് സീനയെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ സെഗ്മെന്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. പിന്നീട് സീനയെ ടേബിളിന്റെ മുകളിൽ കെടുത്തിക്കൊണ്ട് ഒരു ഫ്രോഗ് ഫ്ലാഷ് എല്ലാം ചെയ്ത് ടേബിൾ ഉൾപ്പെടെ പൊട്ടിച്ച് കോഡി റോഡ്സ് തന്നെ സീനയുടെ കൈ പിടിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് സാധാരണ മാച്ചായിട്ടല്ല കോൺട്രാക്ട് സൈൻ ചെയ്തത്. സമ്മർ സ്ലാമിൽ WWE ചാമ്പ്യൻഷിപ്പ് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചായിട്ടാണ് കോഡി റോഡ്സ് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചത്. അതോടുകൂടി സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്. പിന്നെ പെൻഡ സ്റ്റൈൽസ് ഫിൻ ബാലർ ടീമിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് മാച്ച് നടന്നിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് TV യിൽ കാണിക്കില്ല. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.